ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ജയ്പൂരിൽ നടക്കുന്ന ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിന് ഇന്ന് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമ്മേളനത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ യുകെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേന്ദ്ര ക്ഷേമ പദ്ധതികളിൽ ഭൂരിഭാഗവും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പാലക്കാട് നടന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ പ്രൈമറി ക്ലാസുകൾക്ക് 5 ദിവസത്തേക്ക് അവധി. ബംഗ്ലാദേശ് പാർലമെന്റിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകിട്ട് മുംബൈയിൽ. വാർത്തകൾ വിശദമായി. ജയ്പൂരിൽ നടക്കുന്ന ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ സമ്മേളനത്തിന്റെ എല്ലാ സുപ്രധാന സെഷനുകളിലും പങ്കെടുക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഉൾപ്പെടെ രാജ്യത്തെ ഡിജിപിമാർ, ഐജിപിമാർ, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ മേധാവികൾ, വിവിധ റാങ്കുകളിലുള്ള 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരും സമ്മേളനത്തിന്റെ ഭാഗമാണ്. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള മാർഗ്ഗരേഖ തയ്യാറാക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. കൂടാതെ സൈബർ കുറ്റകൃത്യങ്ങൾ, തീവ്രവാദം, ജയിൽ പരിഷ്കരണങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി പോലീസ്, ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങൾ പരിപാടിയിൽ ചർച്ചാവിഷയമായി. 3 ദിവസത്തെ സമ്മേളനം ജയ്പൂരിലെ ഇന്റർനാഷണൽ സെന്ററിലാണ് നടക്കുന്നത്. 2 ദിവസത്തെ യുകെ സന്ദർശനത്തിനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ യാത്ര തിരിക്കും. യുകെ പ്രതിരോധ സെക്രട്ടറി ഗ്രാന്റ് ഷാപ്സുമായും അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധം, സുരക്ഷ, വ്യാവസായിക സഹകരണം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. യുകെ പ്രധാനമന്ത്രി ഋഷി സുനകുമായും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂണുമായും ശ്രീ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധ രംഗത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവും അദ്ദേഹത്തെ അനുഗമിക്കും. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് സൌദി അറേബ്യയിലെത്തും. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും ഒപ്പമുണ്ടാകും. 2024-ലെ ഉഭയകക്ഷി ഹജ്ജ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള പ്രതിനിധി സംഘത്തെ കേന്ദ്രമന്ത്രി നയിക്കും. സൌദി അറേബ്യയിലെ ഹജ്ജ് ഉംറ കാര്യമന്ത്രി ഡോക്ടർ തൌഫീഖ് ബിൻ ഫൌസാൻ അൽ റബിയയുമായി ശ്രീമതി സ്മൃതി ഇറാനി കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ വ്യവസായ സമൂഹവുമായും ഇന്ത്യൻ ജനതയുമായും പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തും. നാളെ ജിദ്ദയിൽ സൌദി ഹജ്ജ് ഉംറ കാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഹജ്ജ് ഉംറ കോൺഫറൻസിന്റെ 3ാം പതിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും. കടൽക്കൊള്ളയും ഡ്രോൺ ആക്രമണങ്ങളും തടയുന്നതിനായി ഇന്ത്യൻ നാവികസേന ആകെ 6 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചതായി നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ. കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ടെന്നും വൈകാതെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അറബിക്കടലിലെയും എയ്ഡൻ ഉൾക്കടലിലെയും പ്രവർത്തനങ്ങൾക്കായിരിക്കും ഇവയിൽ ഏറെയും പ്രവർത്തിക്കുക. കൂടുതൽ യുദ്ധക്കപ്പലുകൾ സജ്ജമാണെന്നും ഇവയിൽ GPS ജാമറുകൾ, മിസൈൽ സംവിധാനങ്ങൾ, ലേസർ ഉപകരണങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അഡ്മിറൽ അറിയിച്ചു. എന്തുവില കൊടുത്തും കടൽക്കൊള്ള തടയാൻ നടപടിയെടുക്കാൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താനായി നിലവിലുള്ള നിയമഭരണ ചട്ടക്കൂടിൽ വരുത്തേണ്ട ഉചിതമായ മാറ്റങ്ങൾക്കായുള്ള നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ഉന്നതതല സമിതി ഈ മാസം 15-നകം പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാകും പരിഗണിക്കുക. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സമിതിക്ക് രൂപം നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ മെഗാ കോൺക്ലേവിൽ പങ്കെടുക്കും. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾ എന്ന വിഷയത്തിലാണ് കോൺക്ലേവ് നടക്കുക. ദേശീയ സഹകരണ വികസന കോർപ്പറേഷനുമായി ചേർന്ന് സഹകരണ മന്ത്രാലയമാണ് മെഗാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ശ്രദ്ധ നൽകുന്നതായി കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി കൃഷ്ണൻ പാൽ ഗുർജാർ. നാഗാലാൻഡിൽ പുതുതായി രൂപം നൽകിയ ന്യൂലാൻഡ് ജില്ലയിൽ സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ന്യൂലാൻഡ് ജില്ലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം ചർച്ച നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പദ്ധതികളിൽ ഭൂരിഭാഗവും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര പാലക്കാട് ജില്ലയിലെ മങ്കര പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൽകിയ 18 കോടി ഗ്യാസ് കണക്ഷനുകളിൽ 10 കോടിയും ഉജ്ജ്വല യോജന സൌജന്യ കണക്ഷനുകളാണെന്നും സമൂഹത്തിലെ അവസാന ആളിലേക്കും പദ്ധതികളുടെ പ്രയോജനം എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 62ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ മത്സരങ്ങൾ കൊല്ലത്ത് നിറഞ്ഞ സദസ്സിൽ പുരോഗമിക്കുന്നു. അവധി ദിവസമായതിനാലും ജനപ്രിയ ഇനങ്ങൾ ഉള്ളതിനാലും കൌമാര സർഗ്ഗശേഷി ആസ്വദിച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബസമേതമാണ് ആസ്വാദകർ വേദികളിലെത്തിയിരിക്കുന്നത്. പോയിന്റ് പട്ടികയിൽ കണ്ണൂർ ജില്ലയാണ് മുന്നേറുന്നത്. ആഗോള നിക്ഷേപക സംഗമത്തിന് ചെന്നൈയിൽ തുടക്കം. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, തമിഴ്നാട് മന്ത്രിമാർ, എംഎൽഎമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ വ്യവസായ പ്രമുഖർ, നിക്ഷേപകർ എന്നിവരും 2 ദിവസത്തെ സംഗമത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അറബിക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്നും മഴയ്ക്ക് സാധ്യത. ഇന്ന് എറണാകുളം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ഹരിയാന, ചണ്ഡീഗഡ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, ത്രിപുര എന്നിവിടങ്ങളിൽ അതിശൈത്യവും പടിഞ്ഞാറൻ മധ്യപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ, വടക്കൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ മിതമായ മൂടൽമഞ്ഞും അനുഭവപ്പെട്ടു. രാജ്യതലസ്ഥാനത്തെ തണുത്ത കാലാവസ്ഥ തുടരുന്നു. ഇതേ തുടർന്ന് നഴ്സറി മുതൽ 5ാം ക്ലാസ് വരെ അടുത്ത 5 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചു. അയോധ്യയിലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള സാധാരണ സർവീസുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ആരംഭിക്കും. കൂടുതൽ വിമാന സർവീസുകളും ഇവിടെ നിന്നുണ്ടാകും. യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചാണിത്. കഴിഞ്ഞ ഡിസംബർ 30-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. ബംഗ്ലാദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 300 പാർലമെന്റ് സീറ്റുകളിൽ 299 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശിന്റെ വിശ്വസ്ത സുഹൃത്താണെന്നും പ്രതിസന്ധിയിൽ തങ്ങൾക്ക് പിന്തുണയും ആശ്രയവും തന്നത് ഇന്ത്യയാണെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇന്ത്യയെക്കുറിച്ച് പ്രതികരിക്കവെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. 1971 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. ഫലം നാളെ പുറത്തുവരും. വടക്കൻ ഗാസ മുനമ്പിലെ ഹമാസ് കേന്ദ്രങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന. വടക്കൻ ഗാസയിൽ ഇതുവരെ 8000 തീവ്രവാദികളെ വധിച്ചതായും അടുത്ത ലക്ഷ്യം തെക്ക് മധ്യ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങളാണെന്നും ഇസ്രയേൽ സൈനിക വക്താവ് പറഞ്ഞു. ഒക്ടോബർ 7-ന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ സേന ഗാസ മുനമ്പിൽ പ്രത്യാക്രമണം നടത്തിയത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. 14 പേർക്ക് പരിക്കേറ്റു. നഗരത്തിലെ ദഷ്തി ബാർച്ചി പരിസരത്ത് ബസ്സിലാണ് സ്ഫോടനം നടന്നതെന്ന് കാബൂൾ പോലീസ് പറഞ്ഞു. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ജപ്പാനിലെ ഇഷിക്കാവയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 126 ആയി. 200-ലധികം പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. പുതുവത്സര ദിനത്തിലുണ്ടായ ഭൂചലനത്തിന് റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ കളിയിൽ 9 വിക്കറ്റ് ജയം നേടിയ ടീം ഇന്ത്യയ്ക്ക് ഇന്ന് ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാം. രാത്രി 7 മണിക്ക് മുംബൈയിലാണ് മത്സരം. മലയാളി താരം മിന്നുമണി ഇന്ന് കളിച്ചേക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജയ്പൂരിൽ നടക്കുന്ന ഡയറക്ടർ ജനറൽമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും അഖിലേന്ത്യാ സമ്മേളനത്തിന് ഇന്ന് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സമ്മേളനത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ UK സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കേന്ദ്ര ക്ഷേമ പദ്ധതികളിൽ ഭൂരിഭാഗവും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പാലക്കാട് നടന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ പ്രൈമറി ക്ലാസുകൾക്ക് 5 ദിവസത്തേക്ക് അവധി. ബംഗ്ലാദേശ് പാർലമെന്റിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ഓസ്ട്രേലിയയ്ക്കെതിരായ വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് വൈകിട്ട് മുംബൈയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.